സുഹൃത്തുക്കളെ, എന്നൊരു പുസ്തകത്തിൻ്റെ പുനർവായനയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. മലയാളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്ത നോവലിസ്റ്റ്, ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് നോബൽ പ്രൈസിന് പോലും നിർദ്ദേശിക്കപ്പെടാൻ യോഗ്യതയുണ്ടായിരുന്ന എഴുത്തുകാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന ഒ.വി. വിജയൻ്റെ ഒരു നോവലിനെക്കുറിച്ചുള്ള, പഴയ നോവലിനെക്കുറിച്ചുള്ള ചില വർത്തമാനങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലൂടെ ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൽ നിർണായകമായ ഒരു സ്ഥാനം നേടിയിട്ടുള്ള നോവലിസ്റ്റാണ് ഒ.വി. വിജയൻ. ആ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ശേഷം അദ്ദേഹം എഴുതിയ തലമുറകൾ എന്ന ഒരു നോവലിനെ കുറിച്ചുള്ള ചില വിചാരങ്ങളാണ്, ചില സംസാരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ശേഷം ഒ.വി. വിജയൻ്റെ തൂലികയിൽ നിന്നും പിറവി കൊണ്ട തലമുറകൾ എന്ന നോവൽ ശരിക്കും പുനർവായന ആവശ്യപ്പെടുന്ന ഒന്നാണ്. വിജയൻ്റെ മാന്ത്രിക ഭാഷയും അതിരുകളില്ലാത്ത ഭാവനയും ഇഴചേർന്ന് നിൽക്കുന്ന ഈ നോവൽ ഇനിയും ഏറെ വിലയിരുത്തലിന് വിധേയമാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അയിത്തം, തൊട്ടുകൂടായ്മ, ജാതി വിവേചനങ്ങൾ തുടങ്ങി ചില തറവാട്ടു മഹിമകളും പിന്നീടുണ്ടായ തറവാട്ട് ക്ഷയങ്ങളും പല കുടുംബങ്ങളെയും പിടികൂടിയ ഭീതിതമായ ശാപങ്ങളുടെയും ഒക്കെ കഥ പറയുകയാണ് വിജയൻ. ഇതിഹാസത്തിൻ്റെ തുടർച്ചയെന്നോണം മറ്റൊരു പാലക്കാടൻ പശ്ചാത്തലത്തിൽ വരച്ചിടുന്ന തലമുറകൾ എന്ന നോവൽ 2 പതിറ്റാണ്ടിനിപ്പുറവും വായനക്കാരെ പിന്നിട്ട ചരിത്രത്തിൻ്റെ ചവിട്ടടിപ്പാതകളിലൂടെ ഓർമ്മകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഗൃഹാതുരതയോടെ കൂട്ടിക്കൊണ്ടുപോകുന്ന കഥയാണ് തലമുറകളിൽ ഒ.വി. വിജയൻ പറഞ്ഞു വെക്കുന്നത്. ബ്രിട്ടീഷ് ഭരണവും അവർക്ക് താങ്ങായി നിന്ന സവർണ മേധാവിത്വത്തിൻ്റെയും വിളനിലങ്ങളായിരുന്ന ഉന്നത ജാതി കുടുംബങ്ങളും അവരുടെ ആധിപത്യവും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് വിപരീതമായി ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ച പൊന്മുടി തറവാടിൻ്റെ അധിപൻ തിയോഡാർ ചാമിയാരപ്പനിലൂടെ ആ കഥ പറയുന്നതിനിടയിൽ വായനാനുഭൂതിയുടെ ഒരു ലോകം ഖസാക്കിൽ തീർത്തതിൻ്റെ തുടർച്ചയെന്നോണം ഈ നോവലിലും വിജയൻ തീർക്കുന്നുണ്ട്. ചാമിയാരപ്പൻ്റെ മരുമകൻ വേലപ്പനിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ പട്ടാള ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ഭവിക്കാവുന്ന നേട്ടങ്ങളും ഒടുവിൽ മനസംഘർഷങ്ങളും ഒ.വി. വിജയൻ സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തെ സത്യസന്ധമായി വരച്ചിടുന്ന നോവലാണ് തലമുറകൾ. പങ്കജാക്ഷിയും ദേവകിയമ്മയും വേലപ്പനും ചാമിയാരപ്പനും അടങ്ങുന്ന പൊന്മുടിത്തറവാടിൻ്റെ കഥയിൽ ആഭിജാത്യത്തെക്കാളേറെ ചാമിയാരപ്പൻ്റെ യുക്തിവാദ ആഭിമുഖ്യവും പിന്നീടുണ്ടായ മതം മാറ്റവും കഥയിലേക്ക് കൊണ്ടുവരുന്നതോടെ പൊന്മുടിയിൽ നാശത്തിൻ്റെ വിത്തുകൾ മുളച്ച് വളർച്ച പ്രാപിച്ച രീതി കേരളീയ സംസ്കാരത്തിൽ പിന്നിട്ടുപോയ ഒരിരുണ്ട സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ഒ.വി. വിജയൻ ഈ നോവലിലൂടെ. അതിൽ വിജയൻ്റെ മുൻ നോവലുകളിലും എഴുത്തിലും ദൃശ്യമായിരുന്ന സ്നേഹത്തിൻ്റെയും വരാനുള്ള ശാപത്തിൻ്റെയും നാശത്തിൻ്റെയും സൂചനകൾ പ്രവചന സ്വഭാവത്തോടെ തലമുറകളിലേക്കും ആവാഹിക്കുന്നതായി അനുഭവപ്പെടും ഈ നോവലിൽ. വിജയൻ ഒ.വി. വിജയൻ അടിസ്ഥാനപരമായി ഒരു സന്ദേഹിയായിരുന്നതിനാൽ ആ സന്ദേഹങ്ങളുടെയും ദാർശനികതകളുടെയും ധാരാളിത്തം തലമുറകളിലും നിറഞ്ഞു നിൽക്കുന്നതായി സൂക്ഷ്മവായനയിൽ ബോധ്യപ്പെടും. 346 പേജുകളിലാണ് ഈ നോവൽ പരന്നു കിടക്കുന്നത്. തിയോഡാർ ചാമിയാരപ്പൻ എന്ന മുഖ്യ കഥാപാത്രത്തിലൂടെ പൊന്മുടിത്തറവാടിൻ്റെ കഥ പറയുമ്പോൾ അതിൽ ഭാവനയേക്കാൾ ഏറെ ചരിത്രനീതി പുലരുന്നുണ്ട് എന്ന് നാം കാണേണ്ടതുണ്ട്. ചരിത്രത്തോട് പക്ഷപാതിത്വമില്ലാത്ത സന്ദേഹി ആയതിനാലാവാം ഈ നോവൽ ഒരു പ്രത്യയശാസ്ത്രത്തെയും മഹത്വവൽക്കരിക്കാനോ പൂർണ്ണമായും നിരാകരിക്കുവാനോ വിജയൻ മുതിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ടാവും അന്തിമമായ ശരിതെറ്റുകൾക്ക് വഴങ്ങാത്ത മനുഷ്യജീവിതത്തിൻ്റെ നേരവസ്ഥകളിലൂടെ ഒ.വി. വിജയൻ തലമുറകളെയും തൻ്റെ ദാർശനിക ശാഠ്യങ്ങളിൽ തളച്ചിടാൻ വെമ്പുന്നത്. കർമ്മഫലങ്ങളുടെ ശാപവും മോക്ഷവും യുക്തിവാദവും ആത്മീയതയും പരസ്പരം കെട്ടിവിണഞ്ഞു കിടക്കുന്ന ബൃഹത്തായ കഥ പറയുമ്പോൾ ഭാഷയുടെ മാന്ത്രികതയാലും കഥ പറച്ചിലിൽ രൂപപ്പെടുന്ന മൗലികതയാർന്ന പുതുമയാലും ഈ നോവൽ ഏറെ വായനാനുഭൂതി നൽകുന്നു എന്നതാണ് വസ്തുത.
ചാമിയാരപ്പനിൽ തുടങ്ങിയ പൊന്മുടിയുടെ പ്രതാപം ചാമിയാരപ്പൻ്റെ കാലം കഴിയുന്നതിന് മുമ്പേ തന്നെ അസ്തമനത്തോടടുക്കുമ്പോൾ അതിന് സാക്ഷിയാവുന്ന സുബേദാർ വേലപ്പനും പൊന്മുടിയുടെ പുത്രി പങ്കജാക്ഷിയും മുത്തശ്ശി ദേവകിയമ്മയുമൊക്കെ ആ തകർച്ചയ്ക്ക് ദൃക്സാക്ഷികളാവുന്നു. തൻ്റെ വേരുകൾ തേടി ചാമിയാരപ്പൻ്റെ ചെറുമകൻ തിയോഡാർ വോൾഗ്നർ പടിഞ്ഞാറൻ നാട്ടിൽ നിന്നും പൊന്മുടിയുടെ പൊരുൾ തേടി എത്തുന്നതോടെ പൂർത്തിയാവുന്ന തലമുറകൾ ഖസാക്കിൻ്റെ ഇതിഹാസം തീർത്ത വർണ്ണശബളിമയ്ക്കിടയിൽ വേണ്ടത്ര വായിക്കപ്പെടാതെ പോയ ഒരു ഒ.വി. വിജയൻ സൃഷ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിഹാസത്തിൽ കണ്ട ഭാഷയുടെ മാന്ത്രികതയും ചിന്തകളിലെ ദാർശനികതയും ഒരു തുടർച്ചയെന്നോണം വിജയൻ്റെ എഴുത്തിൻ്റെ മഹിമയാൽ തലയെടുപ്പോടെ തലമുറകളിലും നിറഞ്ഞാടുന്നത് കാണാം എന്നാണ് ഈ നോവലിനെക്കുറിച്ച് ചെറിയൊരു വിവരണമായി എനിക്ക് പറയാനുള്ളത്.